കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ഗുരുതരമായ പ്രതിസന്ധിയിലായിരുന്നുവെന്ന് എം.എൽ.എ. എ.ഡി. തോമസ്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആരോഗ്യമേഖലയിൽ ശ്രദ്ധേയമായ മാറ്റം കൊണ്ടുവരുമെന്നും എം.എൽ.എ. കെ.എം.സി.എൻ വാർത്തയോട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ഗുരുതരമായ പ്രതിസന്ധിയിലായിരുന്നുവെന്ന് എം.എൽ.എ. എ.ഡി. തോമസ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും കാര്യക്ഷമവുമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ മുൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥ നമുക്കറിയാം. റോഡിലിറങ്ങിയാൽ പട്ടി ഓടിച്ചിട്ട് ആക്രമിക്കുക, ഇനി അതിന് വാക്സിൻ എടുക്കാൻ ആശുപത്രിയിൽ പോയാൽ അവിടെ ICUവിൽ വെച്ച് പാമ്പ് കടിക്കും. ഈ പാമ്പ് കടിച്ചതിന് ശേഷം നമ്മൾ വേറെ ഏതെങ്കിലും ചികിത്സയ്ക്ക് അകത്തോട്ട് കൊണ്ടുപോയാൽ കെട്ടിടം ഇടിഞ്ഞു വീഴും. ഇതായിരുന്നു കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ സ്ഥിതി. ഇപ്പോൾ ആദരണീയനായ ശ്രീ കെ മുരളീധരൻ അദ്ദേഹം ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ഒരു മാസമേ ആവുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, ഈ ഒരു വർഷത്തിനുള്ളിൽ ആരോഗ്യ മേഖലയിൽ ഒരു ഉടച്ചു വാർക്കലുണ്ടാവും. എല്ലായിടത്തും ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ തന്നെ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ വയറ്റിൽ തന്നെ സർജറി ഉപകരണങ്ങൾ വെച്ച് കൊടുത്തു വിടുന്ന പദ്ധതിയൊക്കെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാർ അതിനെല്ലാം ഒരു പരിഹാരം കാണും. UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.